അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് ഇന്നത്തെ ദിവസം മഹാനാവുന്ന മദ്ഹബിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിൽ നമുക്ക് എത്താൻ പറ്റിയത്. ഹിജറ 80-ലാണ് കൂഫയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജനനം. പിന്നീട് വഫാത്താകുന്നത് ഹിജറ 150-ലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായ വ്യക്തിത്വത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട് എന്ന് പ്രബലമായി ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ധാരാളം കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയ വ്യക്തിയാണ് അനസ് മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നേരിട്ട് കാണുകയും ബന്ധം വെക്കുകയും അദ്ദേഹവുമായി സഹവസിക്കുവാൻ അവസരം കിട്ടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അബൂ ഹനീഫ ഇമാം എന്ന് മഹാനാകുന്ന ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താബീകളിൽപ്പെട്ട വ്യക്തിയാണ്. സ്വഹാബത്തുമായി ബന്ധപ്പെട്ട താബീകൾ എന്ന് പറയും. നബിതങ്ങൾക്കും ബന്ധം വെച്ചവർക്ക് സ്വഹാബത്ത് എന്ന് പറയും. അപ്പോൾ തീർച്ചയായും ഉന്നതമായ ശ്രേണിയിലുള്ള വ്യക്തിത്വം തന്നെയാണ്. അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ പേര് നുഅ്മാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സാബിത്ത് എന്നാണ്. അദ്ദേഹത്തിന് ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് ലോകവിശ്വാസികൾ എന്നും എക്കാലഘട്ടത്തിലും നിലകൊള്ളുന്നു. കാരണം ബഹുമാനപ്പെട്ടവരുടെ ഇൽമിൻ്റെ ആഴം അത്രമേലുണ്ട്. ഒരു മദ്ഹബ് ക്രോഡീകരിച്ച് അദ്ദേഹത്തിൻ്റെ കർമ്മശാസ്ത്രം അനുസരിച്ചുള്ള മദ്ഹബാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ ആ മദ്ഹബിൻ്റെ വീക്ഷണം അനുസരിച്ചുകൊണ്ടാണ് മസ്അലകൾ ചെയ്യുന്നത്, അമൽ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ വിവിധ ഭാഗങ്ങളിൽ തന്നെ ധാരാളം ഹനഫികളെ നമുക്ക് കാണാൻ പറ്റും. കാസർഗോഡ് ഭാഗത്ത്, ഉപ്പള ഭാഗത്തായിട്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഒട്ടേറെ ആളുകൾ അവരിൽ തന്നെയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ആ മദ്ഹബിൻ്റെ അനുയായികളാണ്. മനസ്സിലാക്കേണ്ടത് അത്രയേറെ ആഴത്തിലുള്ളതാകുന്ന പഠനം നടത്തുകയും ആഴം എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കാരണം ഏറ്റവും ഉന്നതനായ ഇമാമെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും പ്രവേശിക്കുകയും ചെയ്താണ്. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമ് മഹാനാകുന്ന ഇമാമിന് ഷാഫി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു അവരിവിടെ പലപ്പോഴും വരികയും സിയാറത്ത് ചെയ്യുകയും ഈ മഹാനെ മുൻനിർത്തിക്കൊണ്ട് ദുആ എടുക്കുകയും ചെയ്തതായി ചരിത്രരേഖയിൽ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. അവരിവിടെ വരുമ്പോൾ ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി അന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ ഈ മസ്ജിദുൽ ജാമിയിൽ അബൂ ഹനീഫ ഇമാമിൻ്റെ പേരിലുള്ള മഹനീയമായ പള്ളിയാണ്. ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അദ്ദേഹം അതിനുവേണ്ടി തയ്യാറായി നമസ്കാരത്തിന് ഇമാമ് വന്നു. പക്ഷേ സുബഹിയുടെ സമയമാണ്. നിസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിൽ ഖുനൂത്ത് അദ്ദേഹം ഓതിയില്ല. ഓതാതെ അദ്ദേഹം സാധാരണ പോലെ നിസ്കരിച്ചു, സലാം വിട്ടു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ പരിഭവം പറഞ്ഞു, നിങ്ങൾ ഷാഫി മദ്ഹബിൻ്റെ അനുയായിയാണ്, ഷാഫി മദ്ഹബാണ് നിങ്ങൾ യഥാർത്ഥമാക്കപ്പെട്ട നിലയ്ക്കും നിങ്ങൾ ഷാഫി മദ്ഹബ് അനുസരിച്ചാണല്ലോ നിൽക്കുന്നത്, അത് ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുമാണ്, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഖുനൂത്ത് ഓതിയില്ല? ഖുനൂത്ത് ഓതണം സുബഹിക്ക് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അബൂ ഹനീഫ ഇമാം ഖുനൂത്ത് ഓതണ്ട എന്ന് പറയുന്ന വർഷക്കാരനാണ്. അദ്ദേഹം തൊട്ട് ചാരത്ത് ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാനിവിടെ വന്ന് ഖുനൂത്ത് ഓതുക ഒരു അദബ് കേടാണ്. യഥാർത്ഥത്തിൽ അത് ഓതുന്നതിന് മസലയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തിനോടുള്ള അദബ് പാലിച്ചിട്ട് ഞാനത് ഒഴിവാക്കിയതാണ് എന്ന് മഹാനാകുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, അവരുടെയൊക്കെ അദബ് ഗുരുത്വവും. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ചെറിയ മസല പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തല്ലും വഴക്കും അടിയുകയാണ്. പക്ഷെ അന്ന് ഇവരൊക്കെ സമീപിച്ച ആ രീതി, കർമ്മശാസ്ത്രത്തിൽ കാണിച്ച ആ വിശാല മനസ്കത എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. മഹാനാകുന്ന അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഈ ഖബർ കുഴിക്കപ്പെട്ട ഈ സ്ഥലത്തിരുന്നു കൊണ്ട് 7000 ഉള്ളതാണ് ചരിത്രം. 7000 ഖത്തം. നമ്മൾ ഖുൽ ഹുവല്ലാഹ് 3 ഓതി ഊതുന്ന പരിപാടിയല്ല. ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ 7000 ഖത്തം ഈ ഖബർ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഓതിയിട്ടുള്ള ചരിത്രം. അതായത് ഇതിന് തൊട്ടപ്പുറത്ത് നമ്മളവിടെ ഇറങ്ങുമ്പോൾ, അദ്ദേഹം നിൽക്കുന്നതിന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വലത്തെ സൈഡിൽ ഒരു റൂമുണ്ടാവും. അദ്ദേഹം ദറസ് നടത്തിയിരുന്നതാകുന്ന ഏരിയയാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വർഷങ്ങളോടെ ദറസ് നടത്തി. കൂഫയിൽ ജനിച്ചതാണ്. പിന്നീട് ബഗ്ദാദിൻ്റെ മണ്ണിലെത്തിയിട്ട് ദീനീ പ്രസരണ രംഗത്ത് നിലകൊണ്ടും വർഷങ്ങളോളം ദറസ് നടത്തി. 40 വർഷത്തോളം ജീവിക്കാൻ അവസരം കിട്ടിയ വ്യക്തിയാണ്. ഇവിടെ വന്ന് ദറസ് നടത്തുന്ന സമയത്ത് അന്ന് അദ്ദേഹം ഇരുന്ന ഒരു പലകയൊക്കെ അതിനുള്ളിലുണ്ട്. പക്ഷെ അത് പെരുന്നാളിൻ്റെ ദിവസത്തിലേ ഉള്ളത് തുറക്കുള്ളൂ. അത് തുറക്കില്ല, അത് കൂട്ടിയിടപ്പെട്ട വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ റൂം കാണാം. ഇത് ബഹുമാനപ്പെട്ടവർക്ക് ആദരസൂചകമായിട്ട് നൽകപ്പെട്ട പിന്നീടുള്ള ഒരു കാബാലയത്തിൽ നിന്നുള്ള കില്ലയുടെ ഭാഗമായിട്ട്, കാബയുടെ കില്ലയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഇവിടെ പള്ളിയൊക്കെ പുനരുദ്ധാരണം സദ്ദാം ഹുസൈൻ്റെ കാലത്തും അതിനു മുമ്പും ശേഷമുള്ളതാകുന്ന ഭരണാധികാരികളും ഒക്കെ പലരും പുനർനിർമ്മിച്ചതായി ചരിത്രത്തിൽ തന്നെയുണ്ട്. നമ്മുടെ ഈ പള്ളി വിശാലമാക്കപ്പെട്ട പള്ളി നിർമ്മിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും വലിയൊരു തൗഫീഖാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആലമിനെ അബൂ ഹനീഫ ഇമാം അഥവാ ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പണ്ഡിതനെ, അത് താബികളിൽ പെട്ടതാണ് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയ ഒരു മഹാനുഭാവനെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം വരെ, ഷാഫി ഇമാം വരെ വളരെ ബഹുമാനം ആദരം വെച്ച് പുലർത്തിക്കൊണ്ട് വരികയും സിയാറത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭൂമിയാണ്. അതുകൊണ്ടാണ് നമ്മളതിനു വേണ്ടി നിലകൊള്ളുകയും യാസീൻ ഓതുകയും സമയമില്ല എങ്കിൽ പോലും നമ്മളതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തത്. അല്ലാഹു കബൂലാക്കും. നമ്മൾ വന്നതിൻ്റെ
ലക്ഷ്യമൊക്കെ ഇത് തന്നെയാണെന്ന് സിയാറത്താണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാണ്. അവരുടെ പൊരുത്തം നമ്മുടെ മക്കളെല്ലാം അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ.